ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ്. കാരണം ഞാനിപ്പോൾ നമ്മുടെ എൽബിയുടെ ഓഫീസിലോട്ട് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എൽബിയുടെ ഓഫീസിലോട്ട് പോകണം. അതിനുശേഷം എനിക്കൊരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ദക്ഷിതന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ അവന്റെ സ്കൂളിൽ ഇന്ന് അവന്റെ ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. അപ്പം അതിന് പോകണം. അപ്പം ഞാനിനി അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും നിധിച്ചേട്ടൻ വരും. നിധിച്ചേട്ടന് ഓഫീസിൽ നിന്ന് ആ ഒരു ടൈം കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ആ ഒരു 12 തൊട്ട് 12:30 ആ ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ബ്രേക്ക് എടുത്തിട്ട് വേണം നിരഞ്ജനും വരാനായിട്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ വേണം അവൻ്റെ സ്കൂളിലേക്ക് ചെല്ലാനായിട്ട്. അപ്പം ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഓഫീസിലോട്ട് തിരിച്ചു വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ദക്ഷിണനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോകണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓട്ടമാണ്. അപ്പം ഇനിയിപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ പിന്നാലെ കാണാം. അങ്ങനെ രാവിലത്തെ എല്ലാ പരിപാടികൾക്ക് ശേഷം വീടൊക്കെ ലോക്ക് ചെയ്ത് ഞാൻ നമ്മുടെ എൽബിയുടെ ഓഫീസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൽബിയുടെ ഓഫീസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പതുക്കെ ഞാനിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ എനിക്കൊരു എൻക്വയറി വന്നു. സോ അതാണ് നിങ്ങളിപ്പോൾ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുന്നത് കാണുന്നത്. അപ്പോൾ വീഡിയോ എടുക്കണം, ഫോണും വിളിക്കണം. അപ്പോൾ അങ്ങനെ ആളോട് സംസാരിച്ചുകൊണ്ട് എൻക്വയറി വന്നതൊക്കെ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ ഫൈനൽ നമ്മുടെ എൽബിയുടെ ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ദക്ഷി ബേബിയുടെ സ്കൂളിലേക്ക് പോകണം. അങ്ങനെ നമ്മുടെ നിതിൻ ചേട്ടൻ വന്നു കേട്ടോ. നിതിൻ ചേട്ടൻ ഒരു 11:50 ആയപ്പോഴേക്കും വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ദക്ഷിണ സ്കൂളിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റോയൽ ബേക്കറി കയറിയിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു നമ്മുടെ ദക്ഷിണൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ ദക്ഷിണ സ്കൂളെത്തി. അപ്പോൾ അവിടെ ഭയങ്കര ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ. 2025 ഫെബ്രുവരി 2 ഇവർക്ക് ആനുവൽ ഡേ സെലിബ്രേഷൻ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ടീച്ചേഴ്സൊക്കെ. അപ്പം ഞാൻ ഇവനെ രാവിലെ വേറൊരു ഡ്രസ്സ് ഇടിപ്പിച്ചാണ് കേട്ടോ അവനെ സ്കൂളിലേക്ക് വിട്ടത്. അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുസൃതിയൊക്കെ കാണിച്ചിട്ട് ഡ്രസ്സൊക്കെ അഴിക്കാക്കിയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ ഇന്നിപ്പോൾ ഒരു ചെറിയ സെലിബ്രേഷൻ കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ഡ്രസ്സും കൂടെ അഡീഷണൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്യുന്ന കാഴ്ചയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇപ്പം നിതിൻ ചേട്ടൻ കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിതിൻ ചേട്ടൻ ശരിക്കും പറഞ്ഞ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ചമ്മലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുമില്ലാത്ത രീതിയിലൊക്കെ കാണുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ അവനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഫോണൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങളുടെ വെറുതെ ചുമ്മാ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ദക്ഷിണന് ഞാൻ ഇടയ്ക്ക് ചിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഭയങ്കര ഇഷ്ടമാട്ടോ, അവന് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവൻ ചിരിച്ചു. അപ്പോൾ നീച്ചിട്ടും പെട്ടെന്ന് ഇവൻ വിയർത്തെന്നൊക്കെ പറഞ്ഞിട്ട് ടവൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഒന്ന് തുടച്ചൊക്കെ കൊടുക്കുകയാണ്. പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഡാൻസ് പ്രാക്ടീസ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ ഡാൻസ് പ്രാക്ടീസിന് വരുന്ന കാഴ്ച കാണുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ ദക്ഷിതിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ദക്ഷിൻ്റെ സ്കൂളിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള പ്രിയ മാമാണ്. ദെൻ റൈറ്റ് സൈഡിൽ ദക്ഷിതിൻ്റെ ക്ലാസ് ടീച്ചർ ശാന്തിനി മാമാണ് നിൽക്കുന്നത്. എല്ലാ കുഞ്ഞു പിള്ളേരാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നല്ല രസമാണ്. കാരണം ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഭയങ്കര സന്തോഷമായിട്ട് ഇത് എന്തവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ്. ഐ മീൻസ് ടീച്ചേഴ്സൊക്കെ പറയുന്നതിനനുസരിച്ചാണ് സ്റ്റുഡൻസ് എല്ലാവരും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ദക്ഷത്തിന് ഈ സ്കൂളിൽ ചേർക്കുന്നതിൻ്റെ ബേസ് ചെയ്തിട്ട് ഭയങ്കര സന്തോഷമാണ്. കാരണം അത്രയും കെയർ ചെയ്തും എന്ന് വെച്ചാൽ അത്രയും നല്ല രീതിയിലാണ് സ്റ്റുഡൻസിനെ അവർ ചെറുപ്പത്തിലെ തന്നെ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അവർ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞു. അപ്പം അവർ അവരുടേതായിട്ടുള്ള രീതിയിലൊരു അവൻ്റെ ക്ലാസ് ടീച്ചറും അല്ലെങ്കിൽ ഡയറക്ടറും എല്ലാവരോടും ചേർന്നിട്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ടൊരു ചെറിയ ഗിഫ്റ്റ്, അവനൊരു ചെറിയൊരു ബർത്ത്ഡേ കാർഡൊക്കെ അവന് കൊടുത്തു. അപ്പോൾ അവനെപ്പോഴും അവന് ശ്രദ്ധ ആ ഒരു കേക്കിലോട്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നിതിൻ ചേട്ടൻ്റെ ഓഫീസിലേക്കും ഞാൻ എൻ്റെ ഓഫീസിലേക്കും തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുട്ടി വ്ളോഗ് ഞങ്ങളിവിടെ കൊണ്ട് അവസാനിപ്പിക്കും.